തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. കുറെ വർത്താനം പറഞ്ഞിരിക്കാൻ ഇവിടെ സമയമില്ല ഇന്ന്. എനിക്ക് ഒട്ടും വയ്യ സംസാരിക്കാൻ. വയ്യാത്തോണ്ടാണോ അത് ന്യൂസ് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഹിയർ കംസ് ഫിൽമി ബസാർ. An ultimate entertainment updates from movies. ഓക്കെ, അപ്പോൾ നമ്മൾ ഞായറാഴ്ചയായിട്ട് ഇങ്ങനെ സിനിമകളുടെ ഒരു ആഘോഷമാണ്. കുറെ സിനിമകൾ റിലീസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാരും ഇങ്ങനെ സിനിമ കാണാനുള്ള ഒരു തിരക്കത്തിലായിരിക്കുമല്ലോ അല്ലെ. വീരം മൂവി, എസ്ട്ര, അങ്ങനെ ഒരുപാട്. വീരം നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. ഓ, ഞാൻ നല്ല പടമാണ്. ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് എബി. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ന്യൂസ് ഇവിടെ വരുന്നത് അജിത്തിന്റെ പുതിയ ലുക്ക് ആണ്. ലുക്കുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു തരംഗം തന്നെ. ഓരോ സിനിമ ഇറങ്ങും തോറും നായകന്മാർ അല്ലെങ്കിൽ നായികന്മാർ പുതിയ പുതിയ ലുക്കിൽ എത്തിയിട്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ അജിത്തിന്റെ പുതിയ ലുക്കിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമായി. ലുക്കാണ് ആദ്യമായിട്ടാണ് അജിത്ത് 6 പാക്കിൽ എത്തുന്നത്. തലയുടെ ആ ഒരു, അതായത് നേരത്തെ ഇപ്പൊ എല്ലാ മൂവീസിലും സോൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈൽ തന്നെ ഒരു ട്രെൻഡ് ആക്കി മാറ്റിയത് അദ്ദേഹമാണ്. ശരിക്കും പറഞ്ഞാൽ സോൾട്ട് ആൻഡ് പേപ്പർ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഭയങ്കര ഒരു കിടു ഗെറ്റപ്പ് ആണ് അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ 6 പാക്കിൽ എത്തുകയാണ്. അപ്പൊ എന്തായാലും തല ഫാൻസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു മൂവിയില്. ഫസ്റ്റ് പോസ്റ്റർ ഒരുപാട് പേര് ഓൾറെഡി ഇപ്പൊ കണ്ടു കഴിഞ്ഞു. അതെ, കാജൽ അഗർവാൾ ആണ് ഇതിലെ നായിക. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ കോമ്പിനേഷൻ വരുന്നത്. സത്യം പറഞ്ഞാൽ കാജൽ കുറെ വിജയ് മൂവീസിലൊക്കെ ഒരുപാട് കോമ്പിനേഷൻ, അജിത്തിന്റെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂവിയാണ് നമ്മളിപ്പോ ഈ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കിപ്പോ ഒരു ട്രാക്ക് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് തമിഴ് ട്രാക്ക് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഫിൽമി ബസാറിലെ ഫുൾ തമിഴ് പാട്ടുകളുടെ ഒരു നിരയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് അജിത്തിന്റെ പുതിയ മൂവിയുടെ കാര്യമാണ്. വിവേകം എന്നാണ് ആ മൂവിയുടെ പേര്. വിവേകം എന്തുവാണ് കൺഫ്യൂഷൻ ആക്കല്ലേ. വിവേകം. അപ്പൊ എന്തായാലും ആ മൂവിയില് കാജലും അജിത്തും കൂടെ ഫസ്റ്റ് കോമ്പിനേഷൻ ആണ്. വില്ലൻ ആരാണ്? വിവേക് ഒബ്രോയ്. സോ എനിവേസ്, എന്തായാലും അജിത് ആൻഡ് ശിവ കോമ്പിനേഷനിൽ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്, എന്നെ തല്ലണമെങ്കിൽ അമ്നീഷ് പുരി വരണോന്ന് പറയുന്നത്. ഓൾറെഡി ഈ മൂവിയുടെ ഭയങ്കര ഒരു സംഭവമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബൈക്ക് സ്റ്റണ്ട്, അജിത്തിന്റെ ബൈക്ക് സ്റ്റണ്ട് റേസ് ഒക്കെ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അത് മാധ്യമങ്ങളിൽ ഭയങ്കര ഹിറ്റായിരുന്നു. സോ എന്തായാലും ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാരും വിവേകം മൂവിക്ക് വേണ്ടി അജിത് ഫാൻസ് ഒക്കെ ഇങ്ങനെ കീപ് ഓൺ വെയിറ്റിംഗ് ആണ്. സോ ട്രാക്ക് back to the show Filmy Bazaar, an ultimate entertainment updates from movies. അല്ല, ഞാൻ ഒരു മൂവിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ വിവേകത്തിന്റെ മൂവിയുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർന്നിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് 100 കോടിയാണ് ഇതിന്റെ ഒരു മൊത്തം ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത്. രാമോജി ഫിലിം സിറ്റിയിലാണ് ഇതിന്റെ ചിത്രീകരണമൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കോടിയോ? യെസ്, 100 crores. മനസ്സിലാവും. ഓക്കെ, എനിവേസ്, എന്തായാലും അക്ഷരഹാസനാണ് ഇതിൽ പ്രധാന വേഷം, മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ അതുപോലെ തന്നെ വേതാളം, വീരം, ആ മൂവിയൊക്കെ ഭയങ്കര 100 കോടി ഒരു ക്ലബിൽ എത്തിയ മൂവീസ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വിവേകം എത്തും എന്നാണ് എല്ലാരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഹൈ എക്സ്പെക്ടേഷൻ ആണ് വിവേകം മൂവി. ആൻഡ് അജിത് ശിവ കോമ്പിനേഷനിൽ എത്തുന്ന ഒരു മൂവി കൂടിയാണിത്. സോ എന്തായാലും ഓഗസ്റ്റിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി എന്തായാലും വേഗം തന്നെ തിയേറ്ററുകളിൽ എത്തട്ടെ. അജിത്തിന്റെ കിടിലൻ ലുക്കും ഈ ഒരു കിടിലൻ മൂവിക്കും എല്ലാം നമ്മൾ കോമ്പിനേഷനും എല്ലാം നല്ല ഹിറ്റ് ആവട്ടെ. നമ്മുടെ നെക്സ്റ്റ് ട്രാക്ക്. ഓക്കെ, അങ്ങനെ തമിഴ് പാട്ടുകളും തമിഴ് മൂവിയുടെ അപ്ഡേറ്റ്സും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൊമാൻറ്റിക് മെലഡി ആയിരുന്നു അല്ലെ സോങ്, മലയാളികളുടെ അഭിമാനം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന ഒരു വിജയ് ന്യൂസ് ആണ്. അതെ, തെറി മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹിറ്റായ തെറി മൂവി. ഭയങ്കര എല്ലാവർക്കും, നീ വെച്ച തെറി എന്നാണ് ഉദ്ദേശിച്ചത്, സോറി അല്ല. തെറി മൂവി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരുന്നു. അതിലെ സോങ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. വിജയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൈരവയാണ്. അതെ, അപ്പോൾ എന്തായാലും വിജയ് അറ്റ്ലി കോമ്പിനേഷനിൽ ഒരു മൂവി കൂടി വരുന്നു. അത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. സോ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. Back to the show Filmy Bazaar, an ultimate entertainment updates from movies. എന്താണ് അല്ല, ഞാൻ ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നി. അപ്പൊ എന്താണെങ്കിലും കൂടുതൽ ന്യൂസും വിശേഷങ്ങളും എല്ലാം ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചേക്കാണ്. എനിക്കത് പറയണമെങ്കിൽ കുറെ ഇങ്ങനെ പറയാനും ഉണ്ട്. പക്ഷേ നമുക്കൊരു ട്രാക്ക് കണ്ടിട്ടായാലോ നല്ലത്. ട്രാക്ക് അതെ, നമ്മൾ വിജയുടെ ന്യൂസ് ആണല്ലോ പറയാൻ പോകുന്നത്. ഒരു പഞ്ച്
ചലഞ്ച് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിജയ് ആൻഡ് അറ്റ്ലി കോമ്പിനേഷനിൽ പുതിയ സിനിമ വരുന്നതിനെ കുറിച്ചാണ്. 1980-കളിലെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് അതിന്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിജയ് താടിയൊക്കെ വെച്ച് മീശയൊക്കെ പിരിച്ച് അതിപ്പോ സോഷ്യൽ മീഡിയയിലെല്ലാം ലുക്ക് ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പം എന്ത് സോഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും വിജയ് ഇപ്പൊ ഈ ലുക്കിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ആ ലുക്കൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ബാഹുബലിയുടെ സംവിധായകനായ രാജമൗലി ഗ്രേറ്റ് ഡയറക്ടറുടെ പിതാവാണ് KV വിജയേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹമാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സോ അതുപോലെ 1980s കഥയാവുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ അതുപോലെ വിജയ് ആദ്യമായിട്ടാണ് എത്തുന്നത്. സോ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ മൂവി ആയിരിക്കും. അതെ, സമന്ത അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സോനാക്ഷി സിൻഹ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു മൂവിയാണ്. ഹിറ്റ് മൂവി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ എത്തുന്നതായിരിക്കും. നമുക്കിപ്പോ നെക്സ്റ്റ് ട്രാക്ക്. അപ്പം ഇന്നത്തെ ഫിൽമി ബസാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. 6:30 മണിയോടെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. Till then, this is Nisha and Sana signing off. Ta-da.